Welcome back to our discussion of the essay, Night Walkers and Mystery Mongers, Sense and Nonsense at the Edge of Science by Carl Sagan. So we are now on page 126 of your textbook. So we will continue with the next paragraph. Scientists are of course human. When their passions are excited, they may abandon temporarily the ideals of their discipline. But these ideals, the scientific method, have proved enormously effective. Scientists, some manushyarana, they are also human, and sometimes when they are very emotional, when their passions are excited, that means അവർ വളരെ ഇമോഷണൽ ആവുന്ന സമയത്ത് sometimes they may abandon or they may leave or forget the ideals of their discipline. അതായത് scientific method, scientific rationality എന്നൊക്കെ പറയുന്ന ആ ഐഡിയൽസ് ചിലപ്പോൾ സയന്റിസ്റ്റുകൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം അവരും മനുഷ്യരാണ്, അവർക്കും ചിലപ്പോൾ വളരെ ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ടാവാം. എന്ന് വെച്ചിട്ട് ഈ സയന്റിഫിക് മെത്തേഡിനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. സയന്റിസ്റ്റുകൾ തെറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ സയന്റിഫിക് മെത്തേഡ് തെറ്റല്ല. It has proved enormously effective. It has proved very, very effective. Finding out the way the world really works requires a mix of hunches, intuition, and brilliant creativity. It also requires skeptical scrutiny of every step. It is the tension between creativity and skepticism that has produced the stunning and unexpected findings of science. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കപ്പിൾ ഓഫ് ലൈൻസ് ആണ്. ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ആണല്ലോ നമ്മൾ സയൻസ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഒരു മിക്സ് ഓഫ് തിങ്സ് ആണ്. ഒരു സൈഡിൽ ഹഞ്ചസ്, ഇൻറ്റ്യൂഷൻ ആൻഡ് ബ്രില്യൻറ്റ് ക്രിയേറ്റിവിറ്റി. ഹഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗെസ്സസ്, നമുക്ക് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മുടെ ഗെസ്. ഇൻറ്റ്യൂഷൻ, നമുക്ക് വളരെ റാഷണലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലെങ്കിലും പെട്ടെന്ന് നമ്മുടെ മനസ്സിനുള്ളിൽ ഇവിടെ എന്തോ ഉണ്ടല്ലോ, സംതിങ് ഇൻട്രസ്റ്റിംഗ്, ഒരു സ്പാർക്ക് തോന്നുന്നു, അതിനാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബ്രില്യൻറ്റ് ക്രിയേറ്റിവിറ്റി, വളരെ ക്രിയേറ്റീവായി ചിന്തിക്കാൻ, ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം വേണം. പക്ഷെ അതിനൊപ്പം തന്നെ ഓരോ സ്റ്റെപ്പിലും സ്കെപ്റ്റിക്കൽ സ്ക്രൂട്ടിനി വേണം. സ്ക്രൂട്ടിനി മീൻസ് അനാലിസിസ്, ആൻഡ് സ്കെപ്റ്റിക്കൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനും ഡൗട്ട് ചോദിക്കാനുമുള്ള ആ ഒരു സന്നദ്ധത. അപ്പൊ ഒരു സൈഡിൽ ക്രിയേറ്റിവിറ്റി വേണം, മറ്റു സൈഡിൽ സ്കെപ്റ്റിസിസം വേണം. ഇത് രണ്ടും തമ്മിലൊരു ടെൻഷൻ ഓർ അതർ ബാലൻസ് ആണ് ഇന്നത്തെ സയന്റിഫിക് ഫൈൻഡിങ്സിനെ, സയന്റിഫിക് ഡിസ്കവറീസിലേക്കെല്ലാം ലീഡ് ചെയ്തിരിക്കുന്നത്. In my opinion, the claims of borderline science pall in comparison with hundreds of recent activities and discoveries in real science, including the existence of two semi-independent brains within each human skull, the reality of black holes, continental drift and collisions, chimpanzee language, massive climatic changes on Mars and Venus, the antiquity of the human species, the search for extraterrestrial life, the elegant self-copying molecular architecture that controls our heredity and evolution, and observational evidence on the origin, nature, and fate of the universe as a whole. സോ കാൾ സേഗൻ പറയാണ്, അയാളുടെ അഭിപ്രായത്തിൽ സയൻസിലുള്ള റിയൽ ഡിസ്കവറീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൂഡോ സയൻസുകൾ പറയുന്ന പല കാര്യങ്ങളും ദേ പോൾ ഇൻ കമ്പാരിസൺ ടു റിയൽ സയന്റിഫിക് ഡിസ്കവറീസ് they fade. They fall means they fade. അത് ഒന്നുമല്ല, സൂഡോ സയൻസിന്റെ ക്ലെയിംസ് എല്ലാം ശരിക്കുള്ള സയന്റിഫിക് ഡിസ്കവറീസിന് മുന്നിൽ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. റിയൽ സയന്റിഫിക് ഡിസ്കവറീസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ദി എക്സിസ്റ്റൻസ് ഓഫ് ടു സെമി ഇൻഡിപെൻഡന്റ് ബ്രെയിൻസ് വിത്തിൻ ഈച്ച് ഹ്യൂമൻ സ്കൾ. ഓരോ മനുഷ്യന്റെ സ്കളിനകത്തും ബ്രെയിൻ എന്ന് പറയുന്നത് ഒറ്റ എൻറ്റിറ്റി അല്ല, ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഫുള്ളി ഇൻഡിപെൻഡന്റ് അല്ല, ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് ആയിട്ടാണ് ബ്രെയിൻ. നമുക്കറിയാം, റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ക്രിയേറ്റിവിറ്റി, മറ്റേ സൈഡിൽ റാഷണാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ആരും അത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആണ് എന്ന് ഉള്ള കണ്ടുപിടുത്തം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. Then the reality of black holes, outer സ്പേസിലുള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹോൾസ്. അതായത് rather than emitting light, they actually draw everything. അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ where it is going എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സാധനം ഒരു റിയാലിറ്റിയാണ്. അതിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന സാധനങ്ങൾ ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് എവിടെയാണ്, മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോവുകയാണോ, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു
റീസെന്റ് സയന്റിഫിക് ഡിസ്കവറിയാണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ആൻഡ് കൊലിഷൻസ്. പണ്ട് കാലത്ത് കോണ്ടിനെന്റ്സ് എല്ലാം ഒരുമിച്ചായിരുന്നു, പക്ഷെ ഒരുമിച്ചുണ്ടായിരുന്ന പല കോണ്ടിനെന്റ്സും ഡ്രിഫ്റ്റ് ചെയ്ത് പല വഴിക്ക് പോയിട്ടാണ് ഇപ്പോൾ ഉള്ള കോണ്ടിനെന്റ്സ് ആയതെന്നും, പിന്നെ സെപ്പറേറ്റ് ആയി കിടന്ന ചില സംഭവങ്ങൾ ഒരുമിച്ച് വന്ന് കൊളൈഡ് ചെയ്ത് ഒരുമിച്ച് വന്നിങ്ങനെ ഇടിച്ച് ചേർന്നിട്ട് പുതിയ കോണ്ടിനെന്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓവർ ദ കോഴ്സ് ഓഫ് മിലേനിയ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സയന്റിഫിക് ഡിസ്കവറിയാണ്. ചിമ്പാൻസി ലാംഗ്വേജ്. ചിമ്പാൻസീസ് പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് പ്രോപ്പർ ലാംഗ്വേജ്, പക്ഷെ ചിമ്പാൻസി ലാംഗ്വേജ് എന്നുള്ള സംഭവത്തിനെ പറ്റിയിട്ടും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ദെൻ മാർസ്, വീനസ് പോലുള്ള മറ്റ് ഗ്രഹങ്ങളിൽ ഉള്ള മാസീവ് ക്ലൈമറ്റിക് ചേഞ്ചസ്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഭൂമിയിൽ കാണുന്ന പോലെയല്ല, വളരെ മാസീവ് ആയിട്ടുള്ള വലിയ നിരക്കില് മാർസിലും വീനസിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള സ്റ്റഡി. ദ ആന്റിക്വിറ്റി ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ്. ആന്റിക്വിറ്റി മീൻസ് ദ ഹൗ ഓൾഡ് ഇറ്റ് ഇസ് എന്നുള്ളത്. അപ്പോൾ ഹ്യൂമൻ സ്പീഷീസിന്റെ ഒരു ഒറിജിനെ പറ്റിയിട്ട് ഉള്ള സ്റ്റഡി, ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ്, അതിനെ പറ്റിയുള്ള ഹൗ ഓൾഡ് ഇറ്റ് ഇസ് എന്നുള്ള സ്റ്റഡി. The search for extraterrestrial life apart from the earth. Extraterrestrial, outside the earth, മറ്റ് ഗ്രഹങ്ങളിൽ ലൈഫ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സെർച്ച്. The elegant self-copying molecular architecture that controls our heredity and evolution. നമുക്ക് ഹെറിഡിറ്ററി ആയി കിട്ടുന്ന ട്രേറ്റ്സ് എന്താണ്, നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇവോൾവ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെല്ലാം പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്നത് നമ്മുടെ DNA എന്ന് പറയുന്ന ഒരു മോളിക്യൂളിലാണ്. അതിന്റെ എലിഗന്റ് സെൽഫ് കോപ്പിയിങ് ആർക്കിടെക്ചർ, ആ DNA ആർക്കിടെക്ചർ, DNA മോഡലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ എലിഗന്റ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഇറ്റ് ഇസ് സെൽഫ് കോപ്പിയിങ്. DNA ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ചെറിയ പക്ഷെ ഇത്രയും മനോഹരമായ ഒരു ചെറിയ മോളിക്യൂളിലാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡാറ്റ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള സ്റ്റഡി. Then observational evidence on the origin, nature and fate of the universe as a whole. യൂണിവേഴ്സ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ഫേറ്റ്, അത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനെല്ലാം പറ്റി ഒരുപാട് ഒബ്സർവേഷണൽ എവിഡൻസ് ഉണ്ട്. സയന്റിസ്റ്റുകൾ, ആസ്ട്രോഫിസിസിസ്റ്റുകൾ, ആസ്ട്രോണമേഴ്സ് ഒബ്സർവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് we have been able to create a narrative about how the universe possibly came into being, what is its nature and where is it going. But the success of science, both its intellectual excitement and its practical application, depends upon the self-correcting character of science. There must be a way of testing any valid idea. It must be possible to reproduce any valid experiment. The character or beliefs of the scientists are irrelevant. All that matters is whether the evidence supports his contention. പക്ഷെ സയൻസിൽ ഇങ്ങനെ ഒരുപാട് ഡിസ്കവറീസ് ഒക്കെ ഉണ്ട്, മനോഹരമായ അല്ലെങ്കിൽ മാസ്മരികമായ ഡിസ്കവറീസ് ഉണ്ടെന്ന് പറഞ്ഞാലും സയൻസ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് സെൽഫ് കറക്റ്റിംഗ് ക്യാരക്ടർ അതിനുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു സയന്റിഫിക് ആയ ഒരു ഡിസ്കവറി അല്ലെങ്കിൽ ഒരു തിയറി നമ്മൾ പറഞ്ഞ് എല്ലാ കാലത്തും നമ്മൾ അത് വിശ്വസിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ then we have to rethink about it. And എന്തെങ്കിലും നമ്മൾ പറഞ്ഞ ഒരു സയന്റിഫിക് തിയറി തെറ്റാണെന്ന് പിന്നീട് പ്രൂവ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാൻ സയൻസ് തന്നെ തയ്യാറാവണം, സയന്റിസ്റ്റുകൾ തയ്യാറാവണം. അപ്പൊ അതാണ് സയൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ഇറ്റ്സ് സെൽഫ് കറക്റ്റിംഗ് ക്യാരക്ടർ. ഏത് ഒരു ഐഡിയ ആണെങ്കിലും അത് വാലിഡ് ആണോ എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഏതൊരു എക്സ്പെരിമെന്റ് ആണെങ്കിലും അത് വാലിഡ് ആവണമെങ്കിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ആൻഡ് അവസാനം പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ്, സയന്റിസ്റ്റുകൾ, ഈ ഏത് സയന്റിസ്റ്റ് പറഞ്ഞു എന്നുള്ളത് ഇറലവെന്റ് ആണ്. എത്രയോ വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും ശരി അയാൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എത്രയോ ചെറിയൊരു സയന്റിസ്റ്റ് ആണെങ്കിലും ശരി അയാൾക്ക് പുതിയ ഒരു കണ്ടുപിടുത്തം കൊണ്ടുവരാൻ പറ്റും. കാരണം ആ സയന്റിസ്റ്റിന്റെ ക്യാരക്ടറോ അയാളുടെ കഴിവോ അയാളുടെ വിശ്വാസമോ ഒന്നും അല്ല ഇമ്പോർട്ടന്റ്. എവിഡൻസ്, അയാൾ പറയുന്ന കണ്ടൻഷൻ അഗെയിൻ മീൻസ് ക്ലെയിം, അയാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. Arguments from authorities simply do not count. Too many authorities have been mistaken too often. ഇപ്പോൾ ഒരു വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് വലിയ നിലയിൽ ഇരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ് പറഞ്ഞത് എന്ന് അതൊരു വാലിഡ് ആർഗ്യുമെന്റ് അല്ല. കാരണം അതോറിറ്റിയിലുള്ള ആളുകൾ പലപ്പോഴും they have been mistaken, അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്.
I would like to see these very effective scientific modes of thought communicated by the schools and the media, and it would certainly be an astonishment and delight to see them introduced into politics. Scientists have been known to change their minds completely and publicly when presented with new evidence or new arguments. I cannot recall the last time a politician displayed a similar openness and willingness to change. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സയൻസിൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണെന്നും എവിഡൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സ്കൂളിലും മീഡിയയിലെല്ലാം അതെല്ലാം വഴി ഈ ഒരു ആറ്റിറ്റ്യൂഡ്, സെൽഫ് കറക്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് കാൾ സേഗൻ പറയുന്നത്. ആൻഡ് ഈ എത്ര മനോഹരമായിരിക്കും ഈ സെൽഫ് കറക്റ്റിംഗ് നേച്ചർ പൊളിറ്റിക്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ, രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം സയന്റിസ്റ്റുകൾ എത്ര വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും ശരി, അയാൾ പറഞ്ഞ ഐഡിയ അല്ലെങ്കിൽ അയാളുടെ തിയറി ആരെങ്കിലും ഡിസ്പ്രൂവ് ചെയ്താൽ അത് വളരെ പബ്ലിക്കായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു സയന്റിസ്റ്റിന് ഒരിക്കലും മടി ഉണ്ടാവില്ല. കാരണം സയൻസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഈഗോ ഓഫ് ദ സയന്റിസ്റ്റ്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അവസാനം കണ്ടിരിക്കുന്നത്. Many of the belief systems at the edge or fringe of science are not subject to crisp experimentation. They are anecdotal, depending entirely on the validity of eyewitnesses, who in general are notoriously unreliable. On the basis of past performance, most such fringe systems will turn out to be invalid, but we cannot reject out of hand any more than we can accept at face value all such contentions. അപ്പോൾ എഡ്ജ് ഓഫ് സയൻസിലുള്ള പല കണ്ടൻഷൻസും നമുക്ക് കൃത്യമായിട്ട് എക്സ്പെരിമെന്റ് വെച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഐ വിറ്റ്നസിന്റെ ടെസ്റ്റിമണി മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അതൊന്നും റിലയബിൾ ആവണമെന്നില്ല. എന്ന് മാത്രമല്ല, പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അധിക ക്ലെയിംസും ഫോൾസ് ആയിട്ടാണ് വരാൻ സാധ്യത. എന്ന് വന്നാൽ പോലും കേട്ട ഉടനെ നമ്മൾ അതിനെ റിജക്ട് ചെയ്യരുത്. കേട്ട ഉടനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത്രയും പ്രോബ്ലം ആണ് കേട്ട ഉടനെ തന്നെ അതിനെ റിജക്ട് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. ദ ഐഡിയ ദാറ്റ് large rocks can drop from the skies was considered absurd by 18th century scientists. Thomas Jefferson remarked about one such account that he would much rather believe that two Yankee scientists lied than that stones fell from the heavens. അപ്പോൾ 18th centuryയിലെ സയന്റിസ്റ്റുകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആകാശത്ത് നിന്ന് സ്റ്റോൺസ് അല്ലെങ്കിൽ റോക്സ് വീഴുക എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും സയന്റിഫിക്കലി സംഭവിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സൺ പോലും പറഞ്ഞത് രണ്ട് അമേരിക്കൻ സയന്റിസ്റ്റുകൾ, യാങ്കി മീൻസ് ഒരു കാഷ്വൽ ഇൻഫോർമൽ സ്ലാങ് വേ ഓഫ് റെഫറിങ് ടു അമേരിക്കൻസ് ആയിരുന്നു യാങ്കി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് അമേരിക്കൻ സയന്റിസ്റ്റുകൾ ഇത് ആകാശത്ത് നിന്ന് റോക്സ് വീഴുന്നു എന്ന് ഞങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അവർ നുണ പറയുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് തോമസ് ജെഫേഴ്സൺ താല്പര്യപ്പെട്ടിരുന്നത്. അല്ലാതെ ശരിക്കും ആകാശത്ത് നിന്ന് റോക്സ് വീഴുമെന്ന് ഒരിക്കലും അയാൾ വിശ്വസിച്ചിരുന്നില്ല. ബട്ട് കാൾ സെഗൻ സേസ് നെവർദലെസ് ഈവൻ സോ, അങ്ങനെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്റ്റോൺസ് ഡു ഫോൾ ഫ്രം ദ ഹെവൻസ്, ആകാശത്ത് നിന്ന് സ്റ്റോൺസ് വീഴുന്നത് തന്നെയാണ്. ദേ ആർ കോൾഡ് മീറ്റിയറൈറ്റ്സ് ആൻഡ് അവർ പ്രീ കൺസെപ്ഷൻസ് ഹാവ് നോ ബെയറിംഗ് ഓൺ ദ ട്രൂത്ത് ഓഫ് ദ മാറ്റർ. മീറ്റിയറൈറ്റ്സ് എന്ന് പറഞ്ഞ് ഔട്ടർ സ്പേസിലെ മീറ്റിയേഴ്സ് ഒക്കെ പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കൊളൈഡ് ചെയ്ത് അതിന്റെ കഷ്ണങ്ങൾ തെറിച്ച് വീഴുന്നതാണ് മീറ്റിയറൈറ്റ്സ്. അപ്പോൾ ഔട്ടർ സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വീഴുന്നതാണ്. അതുകൊണ്ട് ആകാശത്ത് നിന്ന് വീഴുന്ന റോക്സ് ആയിട്ട് തന്നെ അതിനെ നമുക്ക് കണക്കാക്കാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ പ്രീ കൺസെപ്ഷൻ മാത്രമാണ്, നമ്മുടെ മുൻധാരണയാണ്. പക്ഷേ നമ്മുടെ മുൻധാരണക്കനുസരിച്ചല്ല ട്രൂത്ത് ഓഫ് ദ മാറ്റർ. ആക്ച്വലി സത്യം, വാസ്തവം മറ്റ് ഒന്നായിരിക്കും. But the truth was established only by a careful analysis of dozens of independent witnesses to a common meteorite fall, supported by a great body of physical evidence, including meteorites recovered from the eaves of houses and the furrows of plowed fields. പക്ഷേ ഈ സത്യം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയി കെയർഫുൾ ആയി ഒരുപാട് അനാലിസിസിന് ശേഷം മാത്രമാണ് മീറ്റിയറൈറ്റ്സിനെ പറ്റിയുള്ള സത്യം കണ്ടുപിടിക്കാൻ പറ്റിയത്. ഒരു സ്ഥലത്ത് മീറ്റിയറൈറ്റ്സ് വീണു എന്നുള്ളതിന് വിറ്റ്നസസ് പലരും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് അവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണോ എന്ന് കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ ഫിസിക്കൽ എവിഡൻസ് ഉണ്ട്. മീറ്റിയറൈറ്റ്സ് വീണ് കിടക്കുന്നത് അത് ചിലപ്പോൾ പാടത്ത് വീണ് കിടക്കുന്നതാവാം, അല്ലെങ്കിൽ വീടിന്റെ മച്ചിന് മുകളിൽ വീണ് കിടക്കുന്നതാവാം. അതിനെല്ലാം എടുത്ത് ആ ഫിസിക്കൽ എവിഡൻസ് അനലൈസ് ചെയ്ത് അത് ആ ഭൂമിയിൽ ആ പ്രദേശത്ത് എവിടെയുമുള്ള റോക്കല്ല, അത് എല്ലാം ഒരേ ടൈപ്പ് റോക്കാണ്, അതുകൊണ്ട് അത് ഔട്ടർ സ്പേസിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ് എന്നൊക്കെ അവര് വളരെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. Now,
Prejudice means literally prejudgment, the rejection of a contention out of hand before examining the evidence. If we wish to find out the truth of the matter, we must approach the question with as open a mind as we can and with a deep awareness of our own limitations and predispositions. On the other hand, if after carefully and openly examining the evidence, we reject the proposition, that is not prejudice. It might be called post-judice. It is certainly a prerequisite for knowledge. അപ്പോൾ രണ്ട് രീതിയിൽ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കാൾ സേഗൻ പറയുന്നത്. ഒന്ന് വിത്ത് prejudice. Prejudice means pre plus judice. Judice means judgment. That means ഒരു കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ്, അതിനെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ്, എവിഡൻസ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നു. നേരത്തെ കൂട്ടി ജഡ്ജ് ചെയ്യുന്നു, മുൻവിധി വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ശരിക്കും ഒരു കാര്യത്തിലെ സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം. നമ്മളുടെ തന്നെ ലിമിറ്റേഷൻസ് എന്താണെന്നും നമ്മളുടെ തന്നെ പ്രീഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണ്, നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചിലപ്പോൾ നേരത്തെ കൂട്ടി ചില താല്പര്യങ്ങൾ ഉണ്ടാവും, അതെന്താണ്, വാട്ട് ഡു വി ആക്ച്വലി വോണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ എവിഡൻസിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റിവെച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ സത്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി ഓപ്പൺ മൈൻഡഡ് ആയിട്ടും കെയർഫുൾ ആയിട്ടും എല്ലാ എവിഡൻസും നമ്മൾ കൺസിഡർ ചെയ്ത് എക്സാമിൻ ചെയ്തതിന് ശേഷം, കെയർഫുൾ ആയി ചെയ്തതിന് ശേഷം, എന്നിട്ടും നമുക്ക് ആ പറയുന്ന ക്ലെയിം, ആ പറയുന്ന പ്രോപ്പോസിഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അത് പ്രെജുഡിസ് അല്ല. അത് കാര്യങ്ങളെല്ലാം എക്സാമിൻ ചെയ്തതിന് ശേഷം നമ്മൾ റിജക്റ്റ് ചെയ്യാണ്. വി ആർ മേക്കിംഗ് എ ജഡ്ജ്മെന്റ് ആഫ്റ്റർ എക്സാമിനിങ് ദ എവിഡൻസ്. അതിനെ വേണമെങ്കിൽ പോസ്റ്റ് ജുഡിസ് എന്ന് പറയാം. പോസ്റ്റ് മീൻസ് ലേറ്റർ ഓർ ആഫ്റ്റർ, പിന്നീട് ഉണ്ടാവുന്ന ജഡ്ജ്മെന്റ്, ജുഡിസ് എന്നാണ്. ദാറ്റ് ഇസ് സർട്ടൻലി എ പ്രീ റിക്വസിറ്റ് ഫോർ നോളജ്. ഒരു നോളജിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സയന്റിഫിക് നോളജ് ഉണ്ടാവാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നേരത്തെ കൂട്ടി മുൻവിധി വെച്ച് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യരുത്. പകരം വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ടും കാര്യങ്ങൾ എവിഡൻസ് പോരാ എന്ന് തോന്നിയാൽ അതിനെ റിജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. Critical and skeptical examination is the method used in everyday practical matters as well as in science. When buying a new or used car, we think it prudent to insist on written warranties, test drives, and checks of particular parts. We are very careful about car dealers who are evasive on these points. Yet, the practitioners of many borderline beliefs are offended when subjected to similarly close scrutiny. Many who claim to have extrasensory perception also claim that their abilities decline when they are carefully watched. അതായത് എല്ലാ എവ്രിഡേ പ്രാക്ടിക്കൽ മാറ്റേഴ്സിൽ, നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ക്രിട്ടിക്കൽ ആൻഡ് സ്കെപ്റ്റിക്കൽ എക്സാമിനേഷൻ എന്നും യൂസ് ചെയ്യുന്നതാണ്. സയൻസിൽ മാത്രമുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാർ വാങ്ങാൻ പോവുക, അത് ന്യൂ കാറോ യൂസ്ഡ് കാറോ ആയിക്കോട്ടെ, നമുക്ക് വാറന്റി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അതിനെ ഒരു ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കും. അതിന്റെ ചില പെർട്ടിക്കുലർ പാർട്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർ പറയുന്നത് പോലെ തന്നെ ആണോ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പാക്കും. അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ കാർ ഡീലർ ഇവേസീവ് ആവുക, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വളരെ കെയർഫുൾ ആവും. കാരണം നമുക്കറിയാം നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ വാറന്റി ഉണ്ടോ, എല്ലാ പാർട്സും വർക്ക് ചെയ്യുന്നുണ്ടോ, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാർ ഡീലേഴ്സ് ഡിസ്ഓണസ്റ്റ് ആയിരിക്കും. ആ കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അപ്പൊ അങ്ങനെ സാധാരണ നിലയ്ക്ക് നമ്മൾ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി എല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതെന്തുകൊണ്ട് നമുക്ക് സയന്റിഫിക് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലെയിംസ് കാര്യത്തിലും പറ്റില്ല. പക്ഷെ പല ബോർഡർ ലൈൻ ബിലീഫ്സിന്റെ പ്രാക്ടീഷണേഴ്സും ഇതുപോലെ സ്ക്രൂട്ടിനി, ഇതുപോലെ കെയർഫുൾ ആയിട്ട് അവരെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ദേ ക്ലെയിം ടു ബി ഒഫെൻഡഡ്. അവർക്ക് വളരെ വിഷമാവുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരോട് എന്തോ നമ്മൾ വളരെ റൂഡായി പെരുമാറിയതായിട്ടാണ് അവരതിനെ കാണുന്നത്. വേറെ ചിലർ പറയും ഞങ്ങൾക്ക് എബിലിറ്റീസ് ഉണ്ട്, ഞങ്ങൾക്ക് കഴിവുകളൊക്കെ ഉണ്ട്, ESP പോലുള്ള കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ആ കഴിവ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കഴിവുകൾ ഡിക്ലൈൻ ചെയ്യും എന്നൊക്കെ ഓരോ തട്ടിപ്പുകൾ പറയും ആൾക്കാര്. The magician Uri Geller is happy to warp keys and cutlery in the vicinity of a scientist who, in their confrontations with nature, are used to an adversary who fights fair, but is greatly affronted at the idea of performances before an audience of skeptical magicians who, understanding human limitations, are themselves able to perform similar effects by sleight of hand.
ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ്. യൂറി ഗെല്ലർ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു മജിഷ്യൻ. അയാൾ പറയുന്ന അയാൾക്ക് എന്തൊക്കെയോ മാന്ത്രിക സിദ്ധികൾ ഉണ്ടെന്നാണ്. അയാൾ അത് സയന്റിസ്റ്റുകളുടെ മുന്നിൽ വെച്ചിട്ട്, ഇൻ ദ വിസിനിറ്റി ഓഫ് സയന്റിസ്റ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് സയന്റിസ്റ്റ്, അയാൾ അത് അയാളുടെ മാജിക്കുകളെല്ലാം ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ സ്പൂൺ എടുത്തിട്ട് അതിനെ ബെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അയാൾ ചെയ്യും. കാരണം സയന്റിസ്റ്റുകൾക്ക് ഇയാളുടെ തട്ടിപ്പൊന്നും അറിയില്ല. അവര് നേച്ചറുമായിട്ടാണ്, അവരുടെ നേച്ചറിനെ മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നേച്ചർ ഫൈറ്റ്സ് ഫെയർ. നേച്ചർ വളരെ ഫെയർ ആയിട്ടാണ്. നേച്ചറിനെ നമുക്ക്, നേച്ചർ ഇസ് നോട്ട് മെലീഷ്യസ്, നേച്ചർ ഇസ് നോട്ട് ട്രൈങ് ടു ഫൂൾ യു. നേച്ചർ എന്താണോ അതാണ്. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ സയന്റിസ്റ്റുകൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അവർക്ക് ഇയാളുടെ തട്ടിപ്പൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് സയന്റിസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും കാണിക്കാൻ യൂറി ഗെല്ലറിനെ പോലത്തെ മജിഷ്യൻസിന് പ്രശ്നമില്ല. പക്ഷേ മറ്റ് മജിഷ്യൻസിന് മുമ്പിൽ, സ്കെപ്റ്റിക്കൽ മജിഷ്യൻസിന് മുമ്പിൽ പോയിട്ട് കാണിക്കാൻ അയാൾ തയ്യാറല്ല. കാരണം ഈ മജിഷ്യൻസിന് എല്ലാ തട്ടിപ്പുകളും അറിയാം. കാരണം അവരും മാജിക്കിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നതാണ്. അപ്പൊ ദിവ്യസിദ്ധി ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്ന പലരും സയന്റിസ്റ്റുകളുടെ മുമ്പിൽ കാണിക്കാൻ തയ്യാറാണ്. കാരണം അവരുടെ തട്ടിപ്പുകളൊന്നും സയന്റിസ്റ്റുകൾക്ക് അറിയില്ല. പക്ഷെ മറ്റ് മജിഷ്യൻസിന് മുമ്പിൽ ചെയ്യാൻ അവർ തയ്യാറല്ല. Where skeptical observation and discussion are suppressed, the truth is hidden. The proponents of such borderline beliefs, when criticized, often point to geniuses of the past who were ridiculed. But the fact that some geniuses were laughed at does not imply that all who are laughed at are geniuses. They laughed at Columbus, they laughed at Fulton, they laughed at the Wright brothers, but they also laughed at Bozo the Clown. സോ ബേസിക്കലി ഇവിടെ പറയുന്നതൊന്നുമില്ല. ഇങ്ങനെ ഉള്ള ബോർഡർ ലൈൻ ബിലീഫ് സിസ്റ്റംസിന്റെ ആളുകൾ ഒന്നെങ്കിൽ അവര് ആളുകളുടെ മുമ്പിൽ, സയന്റിസ്റ്റുകളുടെയോ മറ്റ് മജിഷ്യൻസിന്റെയോ മുമ്പിൽ വെച്ച് ഞങ്ങളെ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാൻ അവര് തയ്യാറല്ല. അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം അതിനോട് എതിർക്കുന്നു. എന്നിട്ട് അവർ പറയാണ്, നിങ്ങൾ കളിയാക്കുന്നു, പക്ഷെ പല ജീനിയസുകളെയും പണ്ട് നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ബ്രദേഴ്സ്. ആരാണ് റൈറ്റ് ബ്രദേഴ്സ്? മറ്റേ എയ്റോപ്ലെയിൻ ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആളുകളാണ് റൈറ്റ് ബ്രദേഴ്സ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് ആകാശത്തു കൂടെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിമാനം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല, അവരെ കളിയാക്കി ചിരിച്ചു. അതുപോലെയാണ് ഞങ്ങളെ നിങ്ങളിപ്പോ കളിയാക്കുന്നത്. ഒരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഞങ്ങളെ കളിയാക്കിയതൊക്കെ തെറ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയൊക്കെ അവർ പറയും. പക്ഷേ കാൾ സേഗൻ പറയാണ്, പല ജീനിയസുകളെയും നമ്മൾ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് എന്ന് വെച്ചിട്ട് കളിയാക്കപ്പെടുന്നവരെല്ലാവരും ജീനിയസ് ആണെന്ന് അർത്ഥമില്ല. കളിയാക്കിയിട്ടുണ്ട്, ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ കളിയാക്കി ചിരിക്കുന്നവരെല്ലാവരും ജീനിയസ്. ഞങ്ങളൊരു ആൾക്കാർ ചിരിക്കാറുണ്ട്. അപ്പൊ ആളുകൾ ചിരിക്കുന്നത് നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ക്ലൗൺ ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവർ ചിരിക്കുന്നത്. The best antidote for pseudoscience, I firmly believe, is science. ഇതാണ് കാൾ സേഗന്റെ അടുത്ത മെയിൻ പോയിന്റ്. ഈ എസ്സേയിലുള്ള സൂഡോ സയൻസുകൾക്ക് പറ്റിയ ഏറ്റവും നല്ല മറുമരുന്ന്, ഏറ്റവും നല്ല ആന്റിഡോട്ട് ആണ് സയൻസ്. ഇനി സയൻസിലുള്ള ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും അയാളും പോകുന്നില്ല, നമുക്കും പോകണ്ട. ജസ്റ്റ് അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ്. First of all, there is an African freshwater fish that is blind. It generates a standing electric field through perturbations in which it distinguishes between predators and prey and communicates in a fairly elaborate electrical language with potential mates and other fish of the same species. This involves an entire organ system and sensory capabilities completely unknown to pre-technological human beings. ആഫ്രിക്കയിലുള്ള ഒരു ഫിഷ് ഉണ്ട്, അത് ബ്ലൈൻഡ് ആണ്, അതിന് കണ്ണ് കാണില്ല, പക്ഷെ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാക്കാൻ അതിന് പറ്റും. ആ ഇലക്ട്രിക്കൽ ഫീൽഡിലെ പെർട്ടർബേഷൻസ്, ദാറ്റ് മീൻസ് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാവുമ്പോൾ അതിന് മനസ്സിലാവും ആ ഇലക്ട്രിക്കൽ ഫീൽഡിൽ കൂടെ കടന്നു പോകുന്നത് മറ്റ് മീനുകളാണോ, ഇതിനെ കൊല്ലാൻ വരുന്ന വല്ല പ്രിഡേറ്റേഴ്സ് ആണോ, അതോ ഇതിനെ പിടിച്ചു തിന്നാൻ പറ്റുന്ന വല്ല പ്രേ ആണോ എന്ന് മാത്രമല്ല ഇതേ സ്പീഷീസിലുള്ള മറ്റ് ഫിഷിനോട്, മറ്റ് മീനുകളോട് അതിന് ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റും. ഇപ്പോൾ ഇലക്ട്രിക്കൽ പൾസുകൾ വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. പക്ഷെ ടെക്നോളജി ഉണ്ടാവുന്നതിന് മുമ്പത്തെ ഹ്യൂമൻ ബീയിങ്സിന്, മനുഷ്യർക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഫിഷ്
അങ്ങനെയുള്ളൊരു വണ്ടർഫുൾ ആയ ഒരു കാര്യമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചത് സയൻസ് ആണ്. So the second point that Carl Sagan makes is there is a kind of arithmetic perfectly reasonable and self-contained in which 2 times 1 does not equal 1 times 2. ഇത് ഒരു പ്രത്യേകതരം അരിത്മെറ്റിക് ആണെന്നാണ് പറയുന്നത്. അത് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 2 into 1 2 ആണെന്നും 1 into 2 2 ആണെന്നുമാണ് നമ്മൾ നോർമലി പറയാ. പക്ഷേ ഹി സെയിങ് ദർ ഇസ് എ വെരി ലോജിക്കൽ കൈൻഡ് ഓഫ് അരിത്മെറ്റിക് ഇൻ വിച്ച് 2 into 1 is not equal to 1 into 2. Next, pigeons, one of the least prepossessing animals on earth, are now found to have a remarkable sensitivity to magnetic field strengths as small as 100,000th that of the Earth's magnetic dipole. Pigeons evidently use a sensory capability for navigation and sense their surroundings by their magnetic signatures, metal gutters, electrical power lines, fire escapes, and the like. A sensory modality glimpsed by no human being who ever lived. അപ്പോൾ ഈ പിജൻസ് എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു ബേർഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻസറി കേപ്പബിലിറ്റി ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ, മാഗ്നറ്റിക് ഫീൽഡിനെ അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് പോളുകൾ സെൻസ് ചെയ്യുന്ന ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് പിജൻസിന് ആകാശത്ത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ചുറ്റുമുള്ള മെറ്റൽ ഒബ്ജക്ട്സിന്റെ മാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റൽ ഒബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ പവർ ലൈൻസ് ഉണ്ട് മുകളിൽ, അല്ലെങ്കിൽ താഴെ ഒരു ഫയർ എസ്കേപ്പ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഗട്ടർ ഓൺ എ റൂഫ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോയി പെടാതിരിക്കാൻ ഈ അതിന്റെ മാഗ്നറ്റിക് സിഗ്നേച്ചർ വെച്ചിട്ട് പിജൻസിന് അതിനെ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് മനുഷ്യർക്കൊന്നും ഇതേവരെ കിട്ടാത്ത ഒരു സെൻസറി കേപ്പബിലിറ്റി ആണ്. അത് പിജൻസിനുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചതും സയൻസിന്റെ ഒരു കണ്ടുപിടുത്തമാണ്. നെക്സ്റ്റ് വൺ, quasars seem to be explosions of almost unimaginable violence in the hearts of galaxies which destroy millions of worlds, many of them perhaps inhabited. Quasars എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്പേസിൽ കാണുന്ന ചില എക്സ്പ്ലോഷൻസ് ആണ്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വയലന്റ് ആയിട്ടുള്ള അത്രയും വലിയ എക്സ്പ്ലോഷൻസ് ആണ്. ചിലപ്പോൾ ഒരു ഗാലക്സിയിലുള്ള ഒരുപാട് വേൾഡ്സ്, ഒരുപാട് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് സോളാർ സിസ്റ്റംസിനെ തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന എക്സ്പ്ലോഷൻസ് ആണ് ഈ ക്വേസേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോ ഇൻഹാബിറ്റഡ്, ചിലപ്പോ ഏതെങ്കിലും ജീവജാലങ്ങൾ വസിക്കുന്ന പ്ലാനറ്റ്സ് പോലും ആവാം ഇങ്ങനെ ക്വേസേഴ്സിൽ ഇല്ലാതായി എക്സ്പ്ലോഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെയും ചില സാധനങ്ങൾ ഔട്ടർ സ്പേസിൽ ഉണ്ട് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റിയതും സയൻസ് ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ്, in an East African volcanic ash flow 3.5 million years old, there are footprints of a being about 4 feet high with a purposeful stride that may be the common ancestor of apes and men. Nearby are the prints of a knuckle-walking primate corresponding to no animal yet discovered. ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു വോൾക്കാനിക് ആഷ് ഫ്ലോ ഉണ്ട്. 3.5 മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായതാണ് ഈ ആഷ് ഫ്ലോ. അപ്പോൾ ഈ വോൾക്കാനിക് ആഷ് അല്ലെങ്കിൽ ലാവയൊക്കെ ഫ്ലോ ചെയ്ത സമയത്ത് അത് ഫ്ലോ ചെയ്യുമ്പോൾ വളരെ അത് ചൂടായിരിക്കും. അതിനുശേഷം അത് തണുക്കാൻ തുടങ്ങുമ്പോൾ ഇനീഷ്യലി അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അതിൽ കൂടെ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുട് പ്രിന്റ്സ് അതിൽ പെടും. പിന്നീട് അത് പെട്ടെന്ന് കൂളാവും. കൂളായതിനു ശേഷം അത് സ്റ്റോൺ പോലെ കല്ലിച്ച് വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് വളരെ ഹാർഡായി മാറും. അങ്ങനെ അത് ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് അത് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷം കണ്ടുപിടിച്ചതാണ് പണ്ട് കാലത്ത് ചില ജീവികൾ അതിലെ നടന്നു പോയിരുന്നു. അതിലൊന്ന് 4 അടി പൊക്കമുള്ള ഒരു മനുഷ്യന്റെയും എയ്പ്പിന്റെയും കോമൺ ആൻസിസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവി അതിലെ നടന്നു പോയിട്ടുണ്ട് എന്ന് ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആനിമൽ, അത് നമുക്ക് ഇന്ന് നമുക്ക് അറിവുള്ള ഒരു ആനിമലേ അല്ല, നമ്മൾക്ക്
ഒരു ആനിമൽ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത ഏതോ ഒരു ആനിമൽ, നക്കിൾ വാക്കിംഗ് ആയിട്ടുള്ള ഒരു ആനിമൽ. നക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ കൈയിന്റെ ഒക്കെ ഈ വിരലിന്റെ ആ മടങ്ങുകൾ, അതാണ് നക്കിൾസ്. ഈ നക്കിൾസ് വെച്ച് നടന്നു പോകുന്ന ഏതോ ഒരു ആനിമൽ ഉണ്ട്. അതെന്താണ്, ഏത് ആനിമലാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് നമുക്ക് സോ ഫാർ നമ്മളുടെ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഓഫ് ആനിമൽസിൽ എവിടെയും നമുക്ക് അറിയാത്ത ഏതോ ജീവി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ each of our cells contains dozens of tiny factories called mitochondria, which combine our food with molecular oxygen in order to extract energy in convenient form. Recent evidence suggests that billions of years ago, the mitochondria were free organisms which have slowly evolved into a mutually dependent relation with the cell. When many celled organisms arose, the arrangement was retained. In a very real sense, then, we are not a single organism, but an array of about 10 trillion beings, and not all of the same kind. നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലിന്റെ അകത്തും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന വളരെ ചെറിയ ചില ഓർഗാനിസംസ് ഉണ്ട്. അവരാണ് ഈ ഫുഡും ഓക്സിജനും കൂടി ചേർന്നിട്ട് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ മൈറ്റോകോൺട്രിയ ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് സെല്ലിന്റെ അകത്തുള്ള ചില ഓർഗാനിസംസ് ആണെങ്കിലും പണ്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരുന്നു. പിന്നെ അവർ കുറെ എണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സെല്ലായി മാറുന്നത്. ഇങ്ങനെയുള്ള പല സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് പല സെല്ലുള്ള ഓർഗാനിസംസ് ഉണ്ടായി വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളുടെ വിചാരം മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എൻറ്റിറ്റി ആണ്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടെന്നാണ്. പക്ഷെ നമ്മളൊരു സിംഗിൾ ഓർഗാനിസം അല്ല, ഒരുപാട് പല കുഞ്ഞു കുഞ്ഞു മൈറ്റോകോൺട്രിയാസ് കൂടി ചേർന്ന് ജീവിക്കുന്നുണ്ട് നമ്മളുടെ അകത്ത്. Then Mars has a volcano about almost 80,000 feet high, which was constructed almost about 1 billion years ago. An even larger volcano may exist on Venus. നമ്മളുടെ ഭൂമിയിൽ കാണുന്നതിനെക്കാട്ടിലും എത്രയോ വലിയ വോൾക്കാനോസ് മാർസിലും വീനസിലും എല്ലാം ഉണ്ട്. ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ ഉണ്ടായി വന്ന 80,000 ഫീറ്റ് അടിയുള്ള പൊക്കമുള്ള ഒരു വോൾക്കാനോ മാർസിലുണ്ട്. അതിലും വലുത് വീനസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ആസ്ട്രോണമേഴ്സ് കണ്ടുപിടിച്ചതാണ്. നെക്സ്റ്റ്, radio telescopes have detected the cosmic black body background radiation, the distant echo of the event called the Big Bang. The fires of creation are being observed today. Radio telescope വെച്ച് നാസ പോലെയുള്ള ഓർഗനൈസേഷൻസ് കണ്ടുപിടിച്ചതാണ് പണ്ട് ഉണ്ടായ ഈ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാവാൻ കാരണമായ ബിഗ് ബാങ് എന്ന് പറയുന്ന സംഭവത്തിന്റെ എക്കോസ് ഇപ്പോഴും നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഈ റേഡിയോ ടെലിസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റും. ആ എക്കോ, അന്ന് ഉണ്ടായ ആ ബിഗ് ബാങ്ങിന്റെ എക്കോ ഇപ്പോഴും സ്പേസിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. I could continue such a list almost indefinitely. I believe that even a smattering of such findings in modern science and mathematics is far more compelling and exciting than most of the doctrines of pseudoscience, whose practitioners were condemned as early as the 5th century BC by the Ionian philosopher Heraclitus as night walkers, magicians, priests of Bacchus, priestesses of the wine wort, mystery mongers. But science is more intricate and subtle, reveals a much richer universe, and powerfully evokes our sense of wonder. And it has the additional and important virtue, to whatever extent the word has any meaning, of being true. അപ്പോൾ സയൻസിലും മാത്സിലും ഇതുപോലെ ഒരുപാട് വണ്ടേഴ്സ് ഇനിയും ഉണ്ട്. ചിലത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ കുറച്ചെണ്ണം, സ്മാറ്ററിംഗ് മീൻസ് ജസ്റ്റ് വെരി ഫ്യൂ, കുറച്ചെണ്ണം മാത്രം പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൂഡോ സയൻസ് പറയുന്ന ഡോക്ടറിൻസിനേക്കാൾ എന്തുകൊണ്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സയൻസിന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. സൂഡോ സയൻസിന്റെ പ്രാക്ടീഷണേഴ്സിനെ പണ്ട് കാലത്ത് 5th century BC ഒരു ഗ്രീക്ക് ഫിലോസഫർ, അയോണിയൻ മീൻസ് ഗ്രീക്ക് ഫിലോസഫർ, ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ട് അവരെ വിളിച്ച പേരുകൾ ഇതൊക്കെയാണ്. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വിളിച്ച പേരുകളാണ് നൈറ്റ് വാക്കേഴ്സ്. നൈറ്റ് വാക്കർ എന്ന് പറഞ്ഞാൽ രാത്രി ഇറങ്ങി നടക്കുന്നവർ എന്നുള്ള ഒരു ലിറ്ററൽ മീനിങ് ആണ്. പക്ഷെ രാത്രി നടക്കുന്നത് എന്തെങ്കിലും ദുരുദ്ദേശമുള്ളവരായിരിക്കും, പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും, ഈവിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവര് ഈവിൾ എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ലൈക്ക് മോൺസ്റ്റേഴ്സ് എന്നാണ് ഹെറാക്ലിറ്റസ് പറയുന്നത്. മജീഷ്യൻസ്, ഇവരെല്ലാം മാജിക് എന്തോ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ വിചാരം. പ്രീസ് ഓഫ് ബാക്കസ്, ഈ ബാക്കസ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യന്റ് ഗ്രീക്ക് ഗോഡ് ആണ്. ഹി ഈസ് ദ ഗോഡ് ഓഫ് വൈൻ. അപ്പൊ വൈൻ അടിച്ചിട്ട് ഇവരെന്തൊക്കെയോ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയാണ് എന്നാണ് അതിന്റെ അർത്ഥം. പ്രീസ്റ്റസസ് ഓഫ് ദ വൈൻ വോട്ട്, വൈൻ ഭരണി, ഒരു വൈൻ ഭരണീന്റെ പ്രീസ്റ്റസ് അല്ലെങ്കിൽ പ്രീസ്റ്റ്മാരാണ് ഇവര്. സെയിം മീനിങ്. മിസ്റ്ററി മongers മീൻസ് ദോസ് ഹു സെൽ മിസ്റ്ററീസ് വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂഡോ സയൻസിന്റെ പ്രാക്ടീഷണേഴ്സിനെ പണ്ട് 5th century BC തന്നെ ഗ്രീക്ക് ഫിലോസഫറായ ഹെറാക്ലിറ്റസ് അവരെ കണ്ടം ചെയ്ത് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ
ബട്ട് സയൻസ് ഇസ് മോർ ഇൻട്രിക്കറ്റ് ആൻഡ് സട്ടിൽ. അതായത് സയൻസ് ഇതിനേക്കാളൊക്കെ ഒരുപാട് കോംപ്ലെക്സ് ആണ്, ഇൻട്രിക്കേറ്റ് ആണ്, വളരെ സട്ടിലാണ്. പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള എന്തൊക്കെയോ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള മീനിങ്സ് ഉള്ള സംഭവമാണ് സയൻസ്. ഇറ്റ് റിവീൽസ് എ മച്ച് റിച്ചർ യൂണിവേഴ്സ് ദാൻ സൂഡോ സയൻസ് ഡസ്. സയൻസിൽ കൂടെ നമുക്ക് ഈ യൂണിവേഴ്സ് എത്രത്തോളം റിച്ച് ആണെന്ന് നമുക്ക് റിവീൽ ചെയ്ത് തരാൻ പറ്റും. ആൻഡ് ഇറ്റ് പവർഫുള്ളി ഇവോക്സ് അവർ സെൻസ് ഓഫ് വണ്ടർ. നമ്മളുടെ സെൻസ് ഓഫ് വണ്ടറിനെയും വളരെയധികം ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ചില രീതിയിൽ സൂഡോ സയൻസും ചെയ്യുമെങ്കിലും അതിനേക്കാൾ എത്രയോ നന്നായിട്ട് സയൻസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് ദ അഡീഷണൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വെർച്യൂ ഓഫ് ബീയിങ് ട്രൂ. സൂഡോ സയൻസ് എത്രയൊക്കെ വന്നാലും എത്ര എക്സൈറ്റിംഗ് ആണെങ്കിലും അത് സൂഡോ ആണ്, അത് ഫോൾസ് ആണ്. പക്ഷെ സയൻസ് എക്സൈറ്റിംഗുമാണ്, ട്രൂവുമാണ്, സത്യവുമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും സൂഡോ സയൻസിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് സയൻസ് തന്നെയാണ് എന്നാണ് കാൾ സേഗൻ പറഞ്ഞ് നിർത്തുന്നത്. സോ ദാറ്റ് ഇസ് ദ essay Night Walkers and Mystery Mongers, Sense and Nonsense at the Edge of Science by Carl Sagan.